നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ അംഗനവാടികളിൽ ചിൽഡ്രൻസ് പാർക്ക് സജ്ജമായി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.49 ലക്ഷം രൂപ ചെലവിൽ 2 അംഗനവാടികൾക്കാണ് പാർക്ക് സജ്ജമാക്കി നൽകിയത്. തലവടിയിൽ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. കുത്തിവയ്പ് ശനിയാഴ്ചയോടെ പൂർത്തിയാക്കുമെന്നും അധികൃതർ. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്കുൾപ്പെടെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA ചിസ്തലാം സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റുകൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. TP ചിത്തരഞ്ജൻ MLA വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ അംഗനവാടികളിൽ ചിൽഡ്രൻസ് പാർക്ക് സജ്ജമായി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.49 ലക്ഷം രൂപ ചെലവിൽ 2 അംഗനവാടികൾക്കാണ് പാർക്ക് സജ്ജമാക്കി നൽകിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ അംഗനവാടികളിൽ ചിൽഡ്രൻസ് പാർക്ക് സജ്ജമായി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.49 ലക്ഷം രൂപ ചെലവിൽ 24-29 നമ്പർ അംഗനവാടികളിലാണ് കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ പാർക്ക് സജ്ജമാക്കി നൽകിയത്. പിഞ്ചോമനകളുടെ മാനസിക കായിക വിനോദത്തിനും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്ന പാർക്കുകൾ അമ്പലപ്പുഴ MLA ചിസ്തലാം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അതിപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 വർഷത്തിനുള്ളിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പുതിയ കെട്ടിടം ഇപ്പോൾ നിർമ്മാണം നടക്കുന്നതും പൈസ അനുവദിച്ചു കൂടി ചേർത്താൽ 30 അംഗനവാടികൾക്ക് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പൈസ അനുവദിച്ച് കുറെ പൂർത്തിയായി ബാക്കി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം പഴയ സമയത്തുള്ള അംഗനവാടികൾ നമുക്കെല്ലാം തമ്മിൽ അറിയാം. ഒരു വീടിൻ്റെ ഒരു ചായപ്പായിരിക്കും ചിലപ്പോൾ അംഗനവാടി, അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തോട് ചേർന്നൊരു താൽക്കാലികമായി ഒന്ന് സംവിധാനം ചെയ്യുന്ന സംഗതിയായിരിക്കും. അങ്ങനെയൊക്കെയാണ് വാടകയ്ക്ക് അംഗനവാടി എന്ന് പറയുന്ന പലതും പ്രവർത്തിച്ചു പോയിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇത്ര ഫാൻ ഉണ്ടാവില്ല, നല്ല ചൂടായിരിക്കും, തറയത്ര ഭംഗിയായിരിക്കത്തില്ല. അങ്ങനെയാണ് തീർത്തും ഒരു മോശമായ ഒരു ചുറ്റുപാടുകളായിരിക്കും. കുറെ അംഗനവാടികളൊക്കെ അങ്ങനെയായിരിക്കും. അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജീൻ മേരി, ICDS സൂപ്പർവൈസർ ജീന വർഗീസ്, കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ രഞ്ജു പ്രദീപ്, അംഗനവാടി ജീവനക്കാരായ KP സുരേഖ, പ്രവേദ S കുമാർ, ബീലത, ജ്ഞാനം എന്നിവർ സംസാരിച്ചു. തലവടിയിൽ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. കുത്തിവയ്പ് ശനിയാഴ്ചയോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തലവടി പഞ്ചായത്ത് പ്രദേശത്തെ നായ്ക്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി V നായർ വാക്സിനേഷൻ ഡ്രൈവിന്റെ ഉദ്ഘാടനം നടത്തി. നമ്മുടെ തലവടി ഗ്രാമപഞ്ചായത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തെരുവ് നായ്ക്കളെ പിടിച്ച് അവർക്ക് വാക്സിനേഷൻ നടത്താൻ വേണ്ട ഒരു പ്രോജക്റ്റ് മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്ന് വയ്ക്കുകയുണ്ടായി. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ തുടങ്ങി. നമ്മുടെ 15 വാർഡുകളുടെയും തെരുവ് നായ്ക്കളെ പിടിക്കുകയും അതിന് വാക്സിനേഷൻ നടത്തുകയും ചെയ്യുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ട ഡോഗ് കാറ്റേഴ്സിനെയും അതിനുവേണ്ട മരുന്നും ഒക്കെ തന്നെ പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തിയാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ സുജിമോൾ സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്, വെറ്റിനറി സർജൻ P പ്രഫുൽ, ഡോഗ് ക്യാച്ചർമാരായ സജികുമാർ, അംബു, രാജേഷ്, ശ്രീജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രതിരോധ കുത്തിവയ്പ് ശനിയാഴ്ച പൂർത്തിയാകുമെന്നും അധികൃതർ അറിയിച്ചു. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്കുൾപ്പെടെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA ചിസ്തലാം സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടത്തി.
കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർണാടകയിലെ മെഗാ റീഹാബ് ഫെഡറേഷന്റെ സഹകരണത്തോടെ കിടപ്പ് രോഗികൾക്കുൾപ്പെടെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കൃത്രിമ കാലുകൾ, കൈകൾ, ഓർണോട്ടിക് ഡിവൈസ് അഥവാ ചലനോപകരണങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്തത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 63 പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം നടത്തിയത്. 300-ൽ പരം പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നും അർഹത നേടിയ 57 പേർക്ക് അടുത്ത ക്യാമ്പിൽ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എച്ച് സലാം MLA സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമും അതുപോലെ ആവശ്യമായ ചെലവുൾപ്പെടെയുള്ള എല്ലാ സ്പോർട്സും ചെയ്തത് ഒമേഗ റീഹാബ് ഫെഡറേഷൻ കർണാടക അതിന്റെ പ്രതിനിധിയുടെ ഡോക്ടർ ദിനേശ് ഇവിടെ സന്നിധിയിലാണ്. അദ്ദേഹത്തെ ഉൾപ്പെടെ 100 പേരെയും പ്രത്യേകമായി ഈ നാടിലെ ജനപ്രതിനിധികളുടെയും എല്ലാവർക്കും വേണ്ടി അവരോടുള്ള നന്ദി കടപ്പാടും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഏരിയയിലുള്ളത് അവരൊക്കെ സഹായം ചെയ്തത് ഞാനിത് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നേരിട്ട് നമ്മൾ പോയി പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതായിരിക്കും ഒരു ദിവസം വരും. അത് ഇതുപോലുള്ള ഉപകരണങ്ങൾക്ക് വലിയ കാര്യമാണ്. അത് പലതരത്തിൽ ഇങ്ങനെയെല്ലാമുള്ള സർവീസ് മൈൻഡായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇത്തരം സംവിധാനം മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായി സഹായം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ കൈയടിക്കാൻ പറഞ്ഞത്. കൊണ്ടാണ് ഇതുപോലെ ചില ആളുകൾ അപേക്ഷയുമായിട്ട് ഞാൻ അടക്കമുള്ള ആളുകളെ മുന്നിൽ സംസാരിക്കുമ്പോൾ അതിന്റെ പ്രയാസവും നേർന്നവരാകുമെന്ന് ഞാൻ പറയാം. ചില സമയത്ത് നമ്മൾ സഹായിക്കാൻ കഴിയാതെ ചില കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാവാൻ കഴിയുന്നവരെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത്രയും പേർക്ക് ഇപ്പോൾ 100 പേർക്ക് ഇതുപോലെയുള്ള ഈ ഉപകരണം വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അത് ചെയ്ത് കിട്ടുക എന്നുള്ളത്. നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KAPC പ്രസിഡന്റ് ഡോക്ടർ പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. KAPC സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PS ശ്രീജിത്ത്, ഒമേഗ ഫെഡറേഷൻ സ്ഥാപകൻ ഡോക്ടർ S. ദിനേശ് കുമാർ, KAPC ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അനൂപ്, ജില്ലാ സെക്രട്ടറി ഡോക്ടർ ജിത്തു കൃഷ്ണൻ, ജില്ലാ ട്രഷറർ ഡോക്ടർ അനിൽ കുമാർ, മുൻ പ്രസിഡന്റ് ഡോക്ടർ ആഷിഖ് ഹൈദർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഉപാധ്യക്ഷൻ ഡോക്ടർ അഭിലാഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റുകൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റുകൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മത്സരം കാണാനും ആസ്വദിക്കാനും നിരവധി വഞ്ചിപ്പാട്ട് പ്രേമികളാണ് നഗരത്തിലേക്ക് ഒഴുകിയെത്തിയത്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിനൊപ്പം കൈയടിച്ചും ആർപ്പ് വിളിച്ചും വഞ്ചിപ്പാട്ട് പ്രേമികൾ കൂടെ ചേർന്നപ്പോൾ കൈനഗിരി സുരേന്ദ്രൻ നഗർ അക്ഷരാർത്ഥത്തിൽ വള്ളംകളിയുടെ ആവേശത്തിലായി മാറി. കുട്ടനാട്, ആറന്മുള, വെച്ചുപാട്ട് എന്നീ ശൈലികളിലാണ് മത്സരങ്ങൾ നടന്നത്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLA CK സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ADM ആശാ C. എബ്രഹാം പതാക ഉയർത്തി. വഞ്ചിപ്പാട്ട് വള്ളം പണിത തങ്കച്ചൻ ആചാര്യ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MG സതീദേവി, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനറായ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PS വിനോദ്, നെഹ്റു ട്രോഫി വള്ളംകളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം SM ഇക്ബാൽ, വഞ്ചിപ്പാട് സബ് കമ്മിറ്റി അംഗങ്ങളായ ജോസ് കാവനാട്, D. സലീം കുമാർ, KA പ്രമോദ്, KT ബേബി ചപ്പക്കുളം, AV മുരളി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു.
ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതായത് ഈ തലമുറയിലെ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാരുമുണ്ട്. ആലപ്പുഴയിലെ ഒരു പ്രഗത്ഭ കളിക്കാരനെ ഈ സമയത്ത് അനുസ്മരിക്കാതെ വയ്യ. ഇന്ത്യൻ ടീമിൽ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിക്കൊണ്ട് ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം 2ാമത് ഗ്രാൻഡ് മാസ്റ്ററായ ദിബേന്ദു ബറുവെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിൽ ഇടം നേടി ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഡോക്ടർ P. മനോജ് കുമാർ ആലപ്പുഴക്കാരനാണ്. പിന്നെ ഇവിടെയുള്ള കുറെ ആൾക്കാർക്കെങ്കിലും അറിയാം, സ്വാഗതം പറഞ്ഞിട്ടുള്ള ശ്രീ സന്തോഷ്. അദ്ദേഹം സന്തോഷ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, സന്തോഷ് കാർപോവ് എന്ന് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ അറിയുള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ഫിലിപ്പീൻസിൽ നിന്നുള്ള ടിസാഡോ ജാൻമേൽ ഡീലാനുമായി മത്സരിച്ചാണ് ഒളിമ്പ്യൻ NR അനിൽകുമാർ മത്സരത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഓപ്പൺ, അണ്ടർ 15, അണ്ടർ 10, വനിതാ വിഭാഗങ്ങൾക്ക് പുറമെ 60 വയസ്സിന് മുകളിലുള്ളവർക്കായും പ്രത്യേക മത്സരം സംഘടിപ്പിച്ചിരുന്നു. പൊതുവിഭാഗത്തിലെ ചാമ്പ്യന് 10,001 രൂപയാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. കൂടാതെ ട്രോഫി, മെഡൽ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളിലായി ആകെ 1 ലക്ഷം രൂപയോളം സമ്മാനത്തുക നൽകുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ വിവിധ ജില്ലകളിൽ നിന്നുമായി 300ഓളം മത്സരാർത്ഥികൾ എത്തിയിരുന്നു. നേരത്തെ ഉദ്ഘാടന യോഗത്തിൽ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സോളമൻ, CPI ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി R. സുരേഷ്, കൗൺസിലർമാരായ DP മധു, B. നസീർ, സംഘാടക സമിതി കൺവീനർ PS. സന്തോഷ് കുമാർ, AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VS. സൂരജ്, ചീഫ് കോർഡിനേറ്റർ ബിബി സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ അംഗനവാടികളിൽ ചിൽഡ്രൻസ് പാർക്ക് സജ്ജമായി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.49 ലക്ഷം രൂപ ചെലവിൽ 2 അംഗനവാടികൾക്കാണ് പാർക്ക് സജ്ജമാക്കി നൽകിയത്. തലവടിയിൽ തെരുവ് നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. കുത്തിവയ്പ് ശനിയാഴ്ചയോടെ പൂർത്തിയാക്കുമെന്നും അധികൃതർ. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിടപ്പ് രോഗികൾക്കുൾപ്പെടെ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA സലാം സഹായോപകരണങ്ങളുടെ വിതരണം നടത്തി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശത്തിന് മാറ്റിക്കൂട്ടി വഞ്ചിപ്പാട്ട് മത്സരം സംഘടിപ്പിച്ചു. TP ചിത്തരഞ്ജൻ MLA വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി TV തോമസ് മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഒളിമ്പ്യൻ NR അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.